ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. പുതുമ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഫുട്ബോൾ ചിക്കൻ. പേര് പോലെ തന്നെ ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. മസാല വഴറ്റാതെ ചിക്കൻ വെച്ച് എരിവുള്ള ഒരു പുതുമയുള്ള ഒരു സ്നാക്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പം മുഴുവൻ ചിക്കനും ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിയണേ. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂണോളം ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മുസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെഡാർ ചീസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടെയും മസാലയ്ക്ക് നന്നായിട്ട് തന്നെ പിടിക്കണം. പിന്നെ ചിക്കൻ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ചേർത്തുള്ള ചീസും നമ്മുടെ മസാലപ്പൊടികളും എല്ലാം കൂടി നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 4-5 പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ ആ ബ്രൗൺ കളർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ഇതൊരു ഫുട്ബോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പം ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ഇതുപോലത്തെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇനി ഈ ബ്രെഡിനെ ഓരോന്നുമായിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം മുഴുവനും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അടുക്കടുക്ക് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡും നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ ബ്രെഡും കുട്ടി കുട്ടി സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിലേക്ക് 1.5 ടീസ്പൂൺ മൈദ, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി കയ്യിൽ ഒരൽപ്പം ഓയിലാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുക. വലിയ ബോളാക്കി എടുക്കണ്ട. ഇത് വേവാത്ത ചിക്കൻ അല്ലേ, അപ്പോൾ എണ്ണയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒത്തിരി വലിയ ബോളാക്കുമ്പോൾ വേവാനും സമയമെടുക്കും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇത് കൈവച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചീസിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ചീസ് ഇതിൻ്റെ മുകളിൽ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ചീസ് പുറത്ത് കാണാത്ത നിലയിൽ നന്നായിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബോളിൻ്റെ ഷേപ്പാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു നിലയിലാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ബ്രെഡിൻ്റെ പീസിലേക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മളെ ബ്രെഡ് ഈ ഒരു ചിക്കനിലോട്ടേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയാണോ ബ്രെഡ് ഇല്ലാത്തത് അവിടെയൊക്കെ ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഇല്ലാത്തിടത്തൊക്കെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചെടുക്കുക. എന്നിട്ട് ഏതെല്ലാം ഭാഗത്ത് ഇല്ലാത്ത ഭാഗമുണ്ടോ ആ ഭാഗത്തൊക്കെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക.
ഇതുപോലെ മുഴുവൻ ഭാഗത്തും ബ്രെഡ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ വെച്ചിട്ടുള്ള ചിക്കൻ പുറത്ത് കാണാത്ത നിലയിൽ വേണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫുട്ബോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ഫുട്ബോൾ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. കാരണം ഉള്ളിൽ വേവാത്ത ചിക്കനാണ്. എണ്ണയിൽ കിടന്ന് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ തിരിച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി അടിപൊളി ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കിടുക്കാച്ചി സ്നാക്കാണ് കേട്ടോ. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ ചീസൊക്കെ മെൽറ്റായിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. സൂപ്പർ സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.